നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജനുവരി മാസത്തെ പൂര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. ഈ വർഷം ഏറ്റവും നല്ല അഭിവൃദ്ധി ഉയർച്ച എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറുകാർക്ക് 10ലാണ് ചാരവശാൽ വ്യാഴം സഞ്ചരിക്കുന്നത്. പൊതുവെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണെങ്കിൽ പോലും അഷ്ടമത്തിൽ രാഹു നിൽക്കുന്നത് കാരണം നടുവേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ, ചിലവ് വർദ്ധിക്കുക, മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ, സാമ്പത്തിക ഞെരുക്ക്, ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾക്ക് യോഗമുണ്ട്. 10ൽ നിൽക്കുന്ന വ്യാഴം അത്രയ്ക്കൊരു ചാരവശാൽ ചിന്തിക്കുമ്പോൾ അത്രയ്ക്ക് ദൈവാധീനം പരിപൂർണമല്ലാത്തത് കൊണ്ട് ഭവന സംബന്ധമായിട്ട് കുറച്ച് ടെൻഷൻ, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടെൻഷനൊക്കെ അനുഭവിക്കാൻ യോഗമുണ്ട്. ശേഷമഹായോഗത്തിൻ്റെ ഗുണമുണ്ടെങ്കിലും കണ്ടശനിയുടേതായിരിക്കുന്ന ദോഷം കൂടിയുള്ളത് കാരണം അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. നീരാഞ്ജനം വഴിപാട് ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസ്വത്ത പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യാം. മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. 5ാം ഭാവത്തിൽ ബുദ്ധികാരകനായിരിക്കുന്ന ബുധൻ ലഗ്നാധിപതിയോട് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പം നല്ല ഭാവനയും വേണ്ട രീതിയിൽ സംസാരിക്കാനുള്ള കഴിവും ചെയ്യുന്ന പ്രവർത്തികളിൽ നിപുണത പ്രദർശിപ്പിക്കാനായിട്ട് സാധിക്കുന്നൊരവസ്ഥയാണ്. എന്ത് കാര്യങ്ങളും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു സമയമാണ്. തൊഴിലിനെ സംബന്ധിച്ച് പറയുമ്പോൾ 10ാം ഭാവാധിപതി നിവർത്തി സ്ഥാനത്തുള്ളത് കാരണം തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ്. എന്നാൽ കണ്ടശനി ദോഷത്തിന് പരിഹാരം വന്നാൽ മാത്രമേ ആ പറഞ്ഞ രീതിയിലുള്ള അനുകൂലാവസ്ഥ ഉണ്ടാകൂ. പ്രിയ കലഹോസ്തകത എന്ന് പറയുന്നൊരു യോഗമുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ സൗന്ദര്യപ്പണക്കം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ളൊരു സമയമായത് കാരണം കൊണ്ട് പരസ്പരം സംസാരിക്കുമ്പോഴൊക്കെ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുന്നതും ആവശ്യമില്ലാത്ത വാശി പോലെയുള്ള കാര്യങ്ങൾ അതിൽ നിന്നും പിന്മാറുകയും ചെയ്യണം. പിന്നെയുള്ളത് പാപമധ്യസ്ഥിതി എന്ന് പറയുന്നൊരവസ്ഥയാണ്. ഭാഗ്യാധിപതി 12 നിൽക്കുന്നവരും വീട് വിട്ട് നിൽക്കുമ്പോൾ ഭാഗ്യാനുഭവങ്ങൾക്ക് യോഗവും, വീട്ടിൽ നിൽക്കുന്ന സമയത്ത് പരിപൂർണമായിട്ടും അനുകൂലമല്ലാത്തൊരവസ്ഥയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല പാപമധ്യസ്ഥിതി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ആലോചിക്കുകയും അതനുസരിച്ച് ചെയ്യണമെന്ന് വിചാരിക്കുകയും ചെയ്താൽ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് ആദ്യം ഒരു തടസ്സം വന്നതിന് ശേഷം മാത്രം അനുകൂലമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകുക എന്ന് പറയുന്നൊരവസ്ഥയാണ്. പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ടുള്ള നഷ്ടം, അതല്ലെങ്കിൽ സാമ്പത്തിക ഞെരുക്കം, അനാവശ്യമായിട്ട് 10 രൂപ ചിലവാക്കേണ്ടടുത്ത് 15 രൂപ ചിലവാക്കേണ്ട അവസ്ഥ വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും കൂടി യോഗമുള്ള സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസത്തിന് തടസ്സം ഉണ്ടാകുക, പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് കഴിയാതിരിക്കുന്നൊരവസ്ഥ ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും യോഗമുള്ള സമയമാണ്. അപ്പോൾ അത് കണ്ടശനിയുടെ ദോഷവും വ്യാഴപ്പഴുവിൻ്റെ ദോഷവും ആയത് കാരണമുണ്ട് ശനിദോഷ പരിഹാരം ചെയ്യുകയും വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത അർച്ചന മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്താൽ വലിയ തടസ്സങ്ങളില്ലാതെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് പൂരം നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.